വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണല്ലേ. നമ്മളിപ്പം എവിടെയാ വന്നേക്കുന്നേ? ഇന്ന് എല്ലാവരും കൂടിയിട്ട് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. അപ്പം കുറേ ആയിട്ട് വിചാരിക്കുകയാണ് പറശ്ശിനിക്ക് പോകണമെന്ന്. കുറേ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ബോട്ട് യാത്രേൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അതിനുശേഷം വന്നിട്ടൊരു ഡീറ്റെയിൽ ആയിട്ട് പറശ്ശിനിക്കടവ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചത്. പിന്നെ അതങ്ങ് വിട്ടുപോയി. പിന്നെ ഇന്നാണ് സമയം കിട്ടിയത്, വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പം എല്ലാവരും ഉണ്ടല്ലോ, അപ്പം ചേട്ടനുണ്ട്. നേരെ ക്ഷേത്രത്തിലേക്ക് പോവാം. ഓക്കെ. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവാണ്. നല്ല വെയിലുണ്ടല്ലേ ശ്രീകുട്ടി? ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നമ്മൾ അമ്പലത്തിലേക്ക് നടക്കാണ്. നമ്മള് പറശ്ശിനിക്ക് അമ്പലത്തിനുള്ളിലേക്ക് കയറി നടന്നു. ശ്രീ എവിടുന്നോ എന്നാ ചെരുപ്പഴിച്ച് വെക്കണം. നല്ല തിരക്കുണ്ടല്ലേ ശ്രീ? ഇന്ന് ഫ്രൈഡേ അല്ല, അതാണ് വെക്കേഷനും കൂടിയല്ലേ. എല്ലാവരും ഭക്ഷണത്തിന് ഇപ്പോഴേ ഇരുന്നിട്ടുണ്ട്. നല്ല തിരക്കാണ്. ഇവിടെ ഇറങ്ങിയിട്ട് കാല് കഴുകണം. ഇനി നമുക്ക് ഉള്ളിൽ കയറാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് ഉള്ളിൽ പ്രാർത്ഥിച്ചിട്ട് വരാം അല്ലേ. ബാഗും ഉണ്ട്. ബാഗ്
ഞാൻ കാണിക്കുന്നില്ല. നന്നായിട്ട് പ്രാർത്ഥിച്ചിനാ, ചികൂടം പ്രാർത്ഥിച്ചിനാ. ഇവിടെ ഇന്ന് ബോട്ട് യാത്ര ആണ് ഇതില്. ഇന്ന് ഫ്രൈഡേ ആണ്, എല്ലാം കൊണ്ടും നല്ല തിരക്കുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യം എന്താവുമെന്ന് അറിയില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നോക്കാൻ പറ്റുവാണെങ്കിൽ എന്തായാലും കഴിക്കണം. ശ്രീകുട്ടി ക്യൂ നിൽക്കാൻ റെഡിയാ? ശ്രീകുട്ട ക്യൂ നിൽക്കാൻ റെഡിയാ? ഫുഡ് കഴിക്കാൻ റെഡിയാ അല്ലേ? എത്ര സമയം വേണമെങ്കിൽ നിൽക്കൂ. നമ്മളിവിടെ ക്യൂ നിന്നിട്ടുണ്ടെങ്കിൽ ലാനിക്ക് നല്ല വിശക്കുണ്ട്. നല്ല ക്യൂ ആണല്ലേ ശ്രീകുട്ടി? എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നാണ്. ഏട്ടനും ശ്രീകുട്ടന് വേറെയാണ് ലൈന്. അത് ഭയങ്കര കുറവാണ്. നല്ല ലൈനാണ്. വീഡിയോ അടി. ശ്രീകുട്ട, നീയും പപ്പിയും വേറെ ഇരുന്നല്ലേ? ആണുങ്ങൾക്ക് വേറെയും പെണ്ണുങ്ങൾക്ക് വേറെ ആണല്ലോ. അപ്പോൾ ഇവനിപ്പോൾ നമ്മൾ കണ്ടത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടല്ലേ? നിങ്ങൾ വേഗം കഴിച്ചിനല്ലേ? ആണോ ശ്രീകുട്ടി? നമ്മൾ കുറേ ലേറ്റ് ആയില്ലേ? നിന്റെ വയറ് നിറഞ്ഞോ ശ്രീകുട്ട? വിശപ്പെല്ലാം പോയി? ഇതിന് വെയിലത്തിരുന്ന് ഇവിടെ വാ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് ഉദ്ഘാടനം നടക്കുന്നതിന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അത് എൻട്രൻസ് വേറെയാണ്. ഇതിപ്പം അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ്, മടപ്പുരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെയാണ് ശ്രീകുട്ട. ഒരു ബോട്ട് യാത്ര നീ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ ശ്രീകു? ഉണ്ട്. ഉള്ള രേഖ കൊണ്ട് തന്നെ ഇടാം. എന്ന് ചെയ്കൂട്ടോ. നിന്റെയാ? ശ്രേയ മിസ് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു എന്നെ കാണിച്ചു തന്നില്ലല്ലോ. എന്റെ സ്കൂളിൽ ഒരു കുട്ടിയുണ്ട്. ആര്? ഐശി ഉണ്ടായിരുന്നു.
ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ്. ഞാൻ ഇവിടെ നിന്ന് ആയിരുന്നു ഫസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബോട്ടിൽ ഒരു തവണ ഇവിടുന്ന് പോയതാണ്. അതുകൊണ്ടാണ് ആ വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ന് ബോട്ട് യാത്രയൊന്നുമില്ല. നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് മീനെല്ലാം പിടിക്കുന്നുണ്ട്. എടുത്തോ എന്നിട്ട് പിടിച്ച കാര്യം എടുക്കയില്. എന്താ ചേട്ടൻ കുക്കിന് ഫിഷ് കൊടുക്കുകയാണ്. മീൻ പിടിച്ചത് വിളിക്കുമ്പോൾ പോകും. അതിന് പേരൊക്കെ വിളിക്കുന്നുണ്ട്. പോകുന്നുണ്ടോ? ഉണ്ടോ? അത് അതിനെ വിളിച്ചപ്പോൾ അത് അടുത്ത് പോകുന്നതാണ്. കയ്യിൽ കൊടുക്കുന്നു. അടിപൊളിയല്ലേ അത് കാണാൻ? ഞാനിങ്ങനെ അന്വേഷിക്കുന്നുണ്ട് എന്ത് വാങ്ങണം. അതെ, അത് നല്ല രസമുണ്ട്. ലാനിയ കമ്മലിൻ്റെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഏത് അത് ഒരു സ്റ്റോൺ ആയിട്ടല്ലേ? ശ്രീകുട്ടി എല്ലാ ഷോപ്പിലൊന്ന് കയറി ഇറങ്ങുന്നുണ്ട്. അത് നമ്മുടെ മലയാളികളുടെ ഒരു എന്താണ് സവിശേഷതയാണ്. ഒന്നും വാങ്ങിയില്ലെങ്കിൽ എല്ലാ ഷോപ്പിലൊന്ന് കയറണം അല്ലേ ശ്രീകുട്ടി? നമുക്കിനി അടുത്ത ഷോപ്പിലേക്ക് പോവാം. ഇവിടെ നിന്നൊന്നും ഇല്ല അല്ലേ? ഒന്നും ഇഷ്ടപ്പെട്ടതില്ല. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമുക്ക് എത്രയായാലും ഇങ്ങനെ എല്ലാ ഷോപ്പിലും കയറിയാലേ ഒരു സമാധാനമുള്ളൂ. ചേച്ചിക്കോ ഞാൻ അടുത്ത് നോക്കുന്നുണ്ട്. ചേച്ചി ചേച്ചി നമുക്ക് മുത്തപ്പൻ്റെ ഒരു ഫോട്ടോ വേണമല്ലേ? പൂജ റൂമിലില്ലല്ലോ. എങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കണ്ടേ? ഇത് ചെറുതല്ല. രണ്ടാളും കാര്യമായിട്ട് എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ട്. ചിക്കു പ്ലാനിങ് എല്ലാം കഴിഞ്ഞു. എന്നാ വേണ്ടേന്ന് കുറേ ഉണ്ട് കണ്ടുവച്ചിട്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ എന്തായാലും ഇവിടെ വന്നിട്ട് മുത്തപ്പൻ്റെ പ്രസാദം എന്താണ് മമ്പയറും ചായയും കുടിക്കാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് സമയം ഇവിടെ നിന്നൊക്കെ ഒന്ന് തിരിഞ്ഞു കളിച്ച് ഒരു ചായയും കൂടി കുടിച്ച് മമ്പയറൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്ത് എന്ത് നമുക്ക് ചായ കുടിക്കാം. നല്ല പോയിട്ട് സമയം കുറേ ആയല്ലേ? നമുക്ക് ചായ കുടിക്കാൻ പോവാം. ചീക്കൂട്ടൻ ഇത് എവിടുന്ന് ഓടി വരുന്നുണ്ട്. ഏട്ടൻ്റെ കൂടിയായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ പോവാം. ചായ കുടിക്കാൻ പോവാം.
നമ്മൾ ചായ കുടിക്കാൻ അതായത് മുത്തപ്പൻ്റെ പ്രസാദം മമ്പയറും ചായയും. പപ്പ ഇവിടെ ഉള്ളിൽ കയറിയാ? ഇവിടെ ഇല്ല പപ്പ, കാണുന്നുണ്ടോ? പുറത്താടാ. അതങ്ങ് കൈയെഴുകാൻ പോയിട്ട് മമ്പയറും തേങ്ങയുണ്ടല്ലേ കിട്ടിയതല്ലേ. നമുക്ക് രണ്ടുപേർക്കും കിട്ടി. അപ്പോൾ ഇനി ചായ ഇടണം. ശ്രീകോട്ടൻ അങ്ങ് ദൂരെ ഉണ്ട്, ഏട്ടൻ്റെ അടുത്താണ് ഇരുന്നേക്കുന്നത്. ഇതാ ചായ നമുക്ക് കിട്ടി. ശ്രീകോണി ഇത്ര സമയം ഇവിടെ ഇരുന്നു. പപ്പേൻ്റെ കൂടെ ഇല്ലേ? നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് കുസുമ്പ് കൂട്ടിയിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്നിരിക്കും അല്ലേ. കഴിച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കാം. എൻ്റെ ചായയിൽ തള്ളിയായിരിക്കും ഞാൻ കഴിച്ചു. ലാനിയൊക്കെ ഇങ്ങനെ കടിച്ചാൽ പൊട്ടുന്ന ഇത് വേണോ പറഞ്ഞിട്ട് ഇന്ന് ഇഷ്ടമോ ഇതാ വേണ്ടേ? വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ അതിന്. വേറെ ഒന്നും വേണ്ട. പൊതിയുണ്ട? കവറിൽ പൊതിയുണ്ടേ? ഞാൻ ഇനിയും കമ്മൽ വാങ്ങിയിട്ടില്ല. ഇനി കുറേ ഷോപ്പിൽ കയറിയല്ലോ, ഇഷ്ടപ്പെട്ട ഒന്നും കണ്ടിട്ടില്ല. ചുമ്മാ പറയല്ലോ കേട്ടോ. ബട്ടർഫ്ലൈന് അങ്ങനെ നമ്മൾ പെർസിനിക്ക് പോയി. നന്നായിട്ട് പ്രാർത്ഥിച്ചോ ശ്രീകുട്ടാ? പ്രാർത്ഥിച്ചിന്? എന്തൊക്കെയാ പ്രാർത്ഥിച്ചേ? പറയാൻ പറ്റില്ല അല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടന്നില്ലെങ്കിലോ? ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ചാ നീ? നമ്മൾ ഇവൻ ഏട്ടൻ്റെ കൂടിയായിരുന്നു. ഞാൻ ശ്രീകുട്ടി ഒന്നിച്ചായിരുന്നു. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇവനെ കണ്ടത്. പെർസിനിക്ക് കഴിഞ്ഞ് കുറേ ആയിട്ട് വരണമെന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് വരാൻ പറ്റിയത്. നല്ല തിരക്കുണ്ടായിരുന്നു, വെക്കേഷനല്ലേ. അപ്പോൾ പോരാത്തതിന് ഇന്ന് ഫ്രൈഡേ ആണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ശ്രീകുട്ടി എന്താ ഒരു മൂഡ് ഓഫ്? ശ്രീകുട്ടി കുറേ ഐറ്റംസ് വാങ്ങാൻ പറഞ്ഞു. അവൾ കറക്റ്റായിട്ട് എന്നാ വേണ്ടതെന്ന് അവൾക്ക് പോലും ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഷോപ്പ് കയറി നോക്കി ഇവിടെ വണ്ടീൻ്റെ അടുത്തെത്തി. അതുകൊണ്ട് ചെറിയൊരു വിഷമം ഉണ്ടാക്കുക വാങ്ങാത്തത് കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇതുവരെ ബൈ.